കർണാടകയിൽ സിദ്ധരാമയ്യ യുഗം അവസാനിക്കുന്നു. കാലങ്ങളായി നീണ്ടുനിന്ന കസേര കളികൾക്കൊടുവിൽ ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് വിട്ടുനൽകുകയാണ്. മകന് സുരക്ഷിത സ്ഥാനം നൽകണമെന്ന ഉറപ്പിന്മേലാണ് സിദ്ധരാമയ്യയുടെ പിൻവാങ്ങൽ. 5 വർഷങ്ങൾക്ക് ശേഷം ആധികാരിക വിജയത്തോടെയാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ മുഖ്യമന്ത്രി ആയിരുന്നതിൽ വലിയ ചർച്ചകൾ നീണ്ടു. 136 സീറ്റുകൾ നേടാൻ സംഘടനയെ പ്രാപ്തമാക്കിയത് DK ശിവകുമാർ ആണെന്നും മുഖ്യമന്ത്രിയാക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. സിദ്ധരാമയ്യ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു. സിദ്ധരാമയ്യ 2.5 വർഷം മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തു. എന്നാൽ 2 വർഷമായപ്പോൾ തന്നെ നേതൃമാറ്റ ചർച്ചകൾ DK പക്ഷം സജീവമാക്കി. കഴിഞ്ഞ നവംബറിൽ 2.5 വർഷം പൂർത്തിയാക്കിയെങ്കിലും സ്ഥാനമൊഴിയാൻ സിദ്ധരാമയ്യ തയ്യാറായില്ല. DK പക്ഷം ആവശ്യം ശക്തമാക്കിയതോടെ ദളിത് മുഖ്യമന്ത്രി എന്ന ആവശ്യം ചർച്ചയാക്കി നേതൃത്വത്തെ സിദ്ധരാമയ്യ പക്ഷം വെട്ടിലാക്കി. സിദ്ധരാമയ്യ പക്ഷക്കാരനായ ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കണമെന്നായിരുന്നു ആവശ്യം. ഒടുവിൽ മെയ് മാസത്തോടെ 3 വർഷം പൂർത്തിയാക്കിയ സിദ്ധരാമയ്യ അധികാരമൊഴിയില്ല എന്ന സന്ദേശം നൽകിയതോടെയാണ് ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കി നിൽക്കെ രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്ത് രാജിവെക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡ് സിദ്ധരാമയ്യക്ക് നൽകിയ അന്തിമ നിർദ്ദേശം. ഒടുവിൽ മഞ്ഞുരുകൽ. ഇനി കർണാടകയിൽ DK ശിവകുമാർ യുഗം. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.